ഹലോ, അസ്സലാമലൈക്കും. ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറി പല കോലത്തിലും പല ടേസ്റ്റിലൊക്കെ വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇളനീര് വെച്ചിട്ടൊരു ചിക്കൻ കറി നമുക്കിവിടെ റെഡിയാക്കി നോക്കിയാലോ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒരു ലൈക്കും കൂടി കൊടുക്കണേ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇളനീര് എടുത്തിട്ടുണ്ട് ഞാൻ. ഇളനീര് മുഖമൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ വെള്ളവും അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കത് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പകുതി വെള്ളം എടുത്തിട്ട് പകുതി വെള്ളം അവിടെ മാറ്റി വെക്കുക. ആ വെള്ളം നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. അതിനു വേണ്ടി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളി അതും കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് അത്ര കുറച്ച് ചിക്കനുള്ളൂ കേട്ടോ. കുറച്ച് ചിക്കൻ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ ചതച്ച് വെച്ചതില്ലേ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിലേക്ക് എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അവിടെ അങ്ങനെ കുറച്ച് നേരം വെക്കാം. അപ്പോഴേക്കും ഇവിടെ സ്റ്റൗവിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൊണ്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാടി വന്നപ്പോൾ നമ്മൾ പിന്നെ ചേർത്ത് കൊടുത്ത് നേരത്തെ മസാല പുരട്ടി വെച്ചില്ലേ ആ ചിക്കനാണ് കേട്ടോ. ആ ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഇപ്പോഴാട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ ഇളനീർ വെള്ളം അത് ഇതിൽ ലേശം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ അരച്ച് വെച്ച ഇളനീരിൻ്റെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കുക. പിന്നെ എരിവൊക്കെ അവനവൻ്റെ ടേസ്റ്റിനും വീട്ടിലുള്ള രുചിക്കൊക്കെ അനുസരിച്ചിട്ട് എരിവ് ബാക്കിയുള്ള മസാലകളോ കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ചിക്കന് ഇളനീര് വെച്ചിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി, പൊറോട്ട, ചോറ് അതിൽക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിൽ ചേർക്കുന്നത് മല്ലിച്ചപ്പ്, പുതിനയില കേട്ടോ. അതും ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. നമുക്കിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എന്തായാലും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.